സ്കൂളിലെ ഹിജാബ് വിവാദവും വിഷയത്തിൽ ഹൈക്കോടതിയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇടപെടലുകളുമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിച്ച വിഷയത്തിൽ കേരള ഹൈക്കോടതി സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകുന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം സ്കൂൾ വിദ്യാർത്ഥിയുടെ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരാൻ അനുവദിക്കണം എന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതിയും വിസമ്മതിച്ചു. ഹിജാബ് ധരിക്കുക എന്നത് ഭരണഘടനാപരമായ അവകാശമാണോ? ഭരണഘടന എങ്ങനെയൊക്കെയാണ് മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നത്? മതപരമായ വസ്ത്രം വിലക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമുണ്ടോ? ഹിജാബ് വിഷയത്തിൽ മുമ്പുണ്ടായിട്ടുള്ള കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ബി ഇൻഫോംഡ് ബിഫോർ യു ഡിബേറ്റ്. ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാപരമായ അവകാശമാണോ എന്നറിയാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ അഥവാ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം അറിയണം. ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 25(1) സ്വതന്ത്രമായി മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. എന്നാൽ മാന്യത, ധാർമ്മികത, ആരോഗ്യം, പബ്ലിക് ഓർഡർ, മറ്റ് സംസ്ഥാന താൽപ്പര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കും. ആർട്ടിക്കിൾ 26 പബ്ലിക് ഓർഡർ അഥവാ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം തുടങ്ങിയവയ്ക്ക് വിധേയമായി മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 27 ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ആരെയും നികുതി അടയ്ക്കാൻ നിർബന്ധിക്കരുത് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 28 സർക്കാർ സഹായം ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആരാധനയോ ചടങ്ങുകളോ നിർബന്ധമാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് അതിൽ പങ്കെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നോ ധരിക്കരുതെന്നോ ഭരണഘടനയിൽ നേരിട്ട് പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ സംരക്ഷകനായ കോടതിയെയാണ്. കോടതിയാകട്ടെ ഇത് തീരുമാനിക്കുന്നത് പ്രധാനമായും എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഡോക്ട്രിൻ അടിസ്ഥാനമാക്കിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകുമ്പോൾ അതിന്റെ പരിധി നിർണ്ണയിക്കാൻ സുപ്രീം കോടതി രൂപപ്പെടുത്തിയതാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ഡോക്ട്രിൻ അഥവാ അനിവാര്യതാ സിദ്ധാന്തം. അതായത് മതത്തിന്റെ ആന്തരിക സത്തയെ നിർവചിക്കുന്നതും ആ മതം നിലനിൽക്കാൻ അനിവാര്യമായതുമായ അത്യാവശ്യ മതാചാരങ്ങൾ മാത്രമേ ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ തത്വം. 1954 ഷിരൂർ മഠം കേസിലാണ് ഈയൊരു തത്വം സുപ്രീം കോടതി ആദ്യമായി ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇതാദ്യത്തേതല്ല. മുൻകാലങ്ങളിലും ഇതേ കാര്യത്തിന് വിവാദമുണ്ടാവുകയും കോടതികൾ ഇടപെടുകയും വിധികൾ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 അംന ബിന്ത് ബഷീർ വേഴ്സസ് CBSE കേസിൽ ഹിജാബ് ധരിക്കുന്നത് ഒരു അനിവാര്യമായ മതപരമായ ആചാരമാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. എന്നാൽ CBSE നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി റദ്ദാക്കുകയും ചെയ്തില്ല. 2018 ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ഒരു സ്ഥാപനത്തിന്റെ കൂട്ടായ അവകാശങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിഗത അവകാശങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ നിലപാട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2022 ഐഷത് ഷിഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിലെ ഹൈക്കോടതി വിധി. 1983 കർണാടക വിദ്യാഭ്യാസ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം സ്കൂളുകളിലും പ്രീ യൂണിവേഴ്സിറ്റി കോളേജുകളിലും യൂണിഫോം ധരിക്കാൻ കർണാടക സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതുപ്രകാരം ഉടുപ്പിയിലെ ഒരു ഗേൾസ് കോളേജിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ചില പെൺകുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചു. ഈ കേസിൽ കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു.
മുസ്ലിം സ്ത്രീകൾ ഹിജാബ് അഥവാ ശിരോവസ്ത്രം ധരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിലെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് അഥവാ അവശ്യ മതപരമായ ആചാരങ്ങളുടെ ഭാഗമല്ലെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമായി ഇത് സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും കോടതി വിധിച്ചു. സ്കൂൾ യൂണിഫോം ധരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെയോ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെയോ ലംഘിക്കുന്നില്ലെന്ന് കോടതി വിധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിനെതിരെയുള്ള നിയന്ത്രണം ന്യായമാണെന്നും ഭരണഘടനാപരമായി അനുവദനീയമാണെന്നും പറഞ്ഞ ഹൈക്കോടതി കർണാടക ഗവൺമെന്റ് ഉത്തരവിനെ ശരിവെച്ചു. സ്കൂളുകൾ പോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ പൊതുവെയുള്ള അച്ചടക്കത്തിനും മാന്യതയ്ക്കും ഹാനികരമായ രീതിയിൽ വ്യക്തിഗതമായ അവകാശങ്ങൾ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചു. അത്തരം പൊതുസ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ആർട്ടിക്കിൾ 14 തുല്യതാവകാശം, ആർട്ടിക്കിൾ 15 വിവേചനമില്ലായ്മ, ആർട്ടിക്കിൾ 19(1) ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ പ്രകാരമുള്ള അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നതായി കണക്കാക്കാനാവില്ല. എന്നാൽ ഇതേ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ജസ്റ്റിസ് ഗുപ്ത, ജസ്റ്റിസ് ധൂലിയ എന്നിവരടങ്ങുന്ന 2 അംഗ ബെഞ്ചാണ് പരിഗണിച്ചത്. ഇവർ സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആണ് നൽകിയത്. അതായത് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഹിജാബ് നിരോധനം സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഐക്യവും സമത്വവും നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനത്തെ ശരിവെച്ചു. ജസ്റ്റിസ് ധൂലിയയാകട്ടെ വിദ്യാഭ്യാസമാണ് പ്രധാനപ്പെട്ടത്, ഹിജാബ് ധരിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിഗത ചോയ്സാണ്, അത് മുൻനിർത്തി വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് നിരോധനം റദ്ദാക്കി. ഇക്കാര്യത്തിൽ 5 പേരടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അന്തിമവിധി പറയേണ്ടതുണ്ട്. എന്നാൽ ആ വിധി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ഇന്ത്യയിലെ വിവിധ കോടതികൾ ഹിജാബ് വിഷയത്തിൽ നൽകിയ വിധികൾ വ്യത്യസ്തങ്ങളും പരസ്പര വിരുദ്ധവുമാണ്. പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് അന്തിമ വിധി ഇനിയും പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ മതവേഷങ്ങൾ ധരിക്കണമോ യൂണിഫോം ധരിക്കണമോ എന്നത് ഇപ്പോഴും തർക്കവിഷയം തന്നെയാണ്. സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുക എന്നത് കുട്ടികൾക്കിടയിലുള്ള സാമൂഹ്യ സാമ്പത്തിക അന്തരങ്ങളെ മറച്ചുകൊണ്ട് സമത്വബോധവും അച്ചടക്കവും ഐക്യവും പഠനത്തിൽ ശ്രദ്ധയും ഉണ്ടാകാൻ സഹായിക്കുന്ന ശാസ്ത്രീയ മാർഗമാണ്. അനിവാര്യമല്ലാത്ത മതാചാരങ്ങൾ സ്കൂളിന് പുറത്തും പിന്തുടരാൻ സാധിക്കുമല്ലോ. എന്നിരുന്നാലും വസ്ത്രത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. അത് ഭരണഘടന അനുവദിച്ചു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനം തന്നെയാണ്. 1994 SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം മതപരമായ അടുപ്പത്തിൽ നിന്ന് സ്വയം മോചിതരാകണമെന്നാണ്. സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. മതം പകർന്നു നൽകുന്ന നന്മകളും മൂല്യങ്ങളും മാത്രം സ്വീകരിച്ച് സഹജീവികളോടൊപ്പം സഹവർത്തിത്വത്തോടെ കഴിയുകയാണ് വേണ്ടത്. That's it for today. Thank you for watching. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ബൈ.